ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ലാൻഡ് ഓഫ് 1000 ഐലൻഡ്സ് എന്ന് പറയുന്ന ക്രൊയേഷ്യ രാജ്യത്തെ ദുബ്രോണിക് എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ദുബ്രോണിക് എന്ന് പറയുന്നതിനേക്കാളും ഈ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ പല പാർട്ടൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സ്പ്ലിറ്റ് എന്ന് പറയുന്ന പ്ലേസിലുമായിട്ടാണ് കുറേ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട്സ് ഓൾ ദേർ. അപ്പോൾ പറയുകയാണെങ്കിൽ ഇൻഫോർമേഷന് വേണ്ടിയിട്ട് പറയുകയാണ്. കാരണം പലർക്കും ഞാനും ഇവിടെ വരുമ്പോൾ നോക്കിയപ്പോൾ എനിക്ക് പലതും കാണാൻ പറ്റിയില്ല. ഞാനും ഇതുപോലെ യൂട്യൂബിലൊക്കെ തപ്പിയിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് തിങ്, നമുക്കൊരു വാഷ്റൂമും പിന്നെ ലഗേജ് സ്റ്റോറേജും ഒക്കെ ഇവിടെയുണ്ട്. നമ്മൾ ഇറങ്ങുന്ന ബസ് സ്റ്റേഷൻ്റെ അവിടെ തന്നെയുണ്ട്, ദുബ്രോണിക് ബസ് സ്റ്റേഷനിൽ. ആൻഡ് സെക്കൻഡ് തിങ്, ഇവിടെ ട്രോളി അലൗഡ് അല്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ലൈക്ക് ഇവിടെ ബാൻഡാണ് ഈ ഏരിയയിൽ. കാരണം ഇത് ഫുൾ സ്റ്റോൺ പോലെ ആയതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ ഓൾഡ് ടൗണിൽ ട്രോളി എടുത്തുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല. സോ ഞാനിന്ന് അറൗണ്ട് 9:30 ആണ് ഇവിടെ വന്നത്. ആൻഡ് ഇപ്പോൾ അറൗണ്ട് 10:30 ആയി. അവിടുന്ന് നമുക്കൊരു സിറ്റി പാസ് എടുക്കാം. ഓൺലൈനായിട്ട് ഞാനൊരു സിറ്റി പാസ് എടുത്തു. 40 euros ആണ്. ആൻഡ് അതിന് നമുക്ക് പല സ്ഥലങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ സിറ്റി വേൾഡ് മാത്രം ആയതുകൊണ്ട് തന്നെ ഇത് പീക്ക് ടൈം ആയതുകൊണ്ട് 40 euros ആണ് അതിന് വേണ്ടി മാത്രം ഞാൻ കണ്ടത്. പക്ഷേ ഈ 40 euros നമുക്ക് എടുത്താൽ, ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബസ്സും ലൈക്ക് 24 hours ബസ്സും ഈ 24 hours നമുക്ക് ഇവിടെയുള്ള പല മ്യൂസിയങ്ങളും പാലസും സിറ്റി വാൾസും ഒക്കെ കാണാൻ വേണ്ടി പറ്റും. സോ ഞാൻ ആ ഒരു ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട്സ് അറൗണ്ട്. ഈ ഗെയിം ഓഫ് ത്രോൺസിലുള്ള ഈ കിങ്സ് ലാൻഡിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് സിറ്റി വാൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കയറാനായിട്ട് ടിക്കറ്റ് വേണം. സോ അകത്തെത്തിയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. ഇതൊരു യുനെസ്കോ സൈറ്റും കൂടിയാണ് കേട്ടോ. സ്ലോവേനിയയിലെ ക്ലൈമറ്റേ അല്ല ഇവിടെ സൂപ്പർ ഹോട്ടാണ്. ഭയങ്കര അടിക്കണ ചൂടെന്ന് പറയില്ലേ, എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത്രയും ചൂടാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു ഒന്നാമത് ഇത് കുറേ സ്റ്റോൺ സ്ട്രക്ചേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ ആണെന്ന്. ഓരോ ഇടവഴികളിൽ ഇതുപോലത്തെ ഓരോ സംഭവങ്ങൾ കാണാം കേട്ടോ. ഇതിൻ്റെ മേലെ കൂടിയാണ് മേലെ കയറേണ്ടത്. അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഏറ്റവും മേലെയില്ലേ, അവിടെയാണ് കയറേണ്ടത്. സോ ഇവിടെയൊക്കെ ഈ ഇടവഴിയിലൊക്കെ അപ്പോൾ ഷോപ്സ് ആയിട്ടാണുള്ളത്. ഇപ്പം തന്നെ ഞാൻ നോക്കിയപ്പം 3 ഇടവഴികളിൽ അവിടെ ഫുൾ റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഷോപ്സ് അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇത് കണ്ടോ, ഇത് വേറെ ഒരു ഇടവഴിയാണ്. ഈ കാണുന്ന ആർക്കിടെക്ചറൊക്കെ മിഡീവൽ പീരീഡിൽ ബിൽഡ് ചെയ്ത ആർക്കിടെക്ചറൽ സ്ട്രക്ചേഴ്സാണ്. ഇവിടുത്തെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ മുക്കിന് മൂലയ്ക്ക് ഇതുപോലെ വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. കാരണം നല്ല ചൂടാണ്. ഫൗണ്ടെയിനിൽ നിന്ന് വരുന്ന വെള്ളം നല്ലൊരു കൂളായിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഞാനിപ്പോൾ തന്നെ ഒരു 3-4 എണ്ണം കണ്ടു ഓൾറെഡി. ഈ രാജ്യത്തെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന പോലെ, സന്തോഷ് ജോർജ് കുളങ്ങര, ദൈവമേ സോറി ഗൈസ്, പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അത്രമാത്രമുള്ള മലയാള വാക്ചാതുര്യം എനിക്കില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ എടുത്ത പാസ് പ്രകാരം എനിക്ക് കുറേ മ്യൂസിയത്തിലും പാലസിലും സിറ്റി വാൾസിലും പിന്നെ ഈ 24 hour ബസ് പാസും ഒക്കെ അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവരുടെ എഴുതി വെച്ചിരിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ റൂട്ടും ഒക്കെ കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഞാൻ കുറേ ചുറ്റിയിട്ടൊക്കെ ഉണ്ട് പല കാര്യങ്ങൾ പലത് കാണണമെന്നും വിചാരിച്ചിട്ട്. ഞാൻ മ്യൂസിയം ആണെന്ന് വെച്ചിട്ടാണ് ഇവിടെ കയറിയതെങ്കിലും പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് റെക്ടേഴ്സ് പാലസ് എന്ന് പറയുന്ന പാലസാണ്. അതിൻ്റെ ഉള്ളിലാണ് അവർ ഈ മ്യൂസിയം പോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അന്നേ ദിവസം ഈവനിങ് എനിക്ക് സ്പ്ലിറ്റിലേക്ക് ബസ് ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടെയൊക്കെ കയറി കണ്ടത്. ഞാനിപ്പോൾ സെൽഫായിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കുമായിരുന്നേ, ഒറ്റയ്ക്ക് ക്യാമറ വെച്ചിട്ട്. അപ്പോൾ 2 ഗേൾസ് അതിലൂടെ പാസ് ചെയ്യായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം, ലൈക്ക് യുനോ, ബിക്കോസ് ഗേൾസ് അണ്ടർസ്റ്റാൻഡ് ഗേൾസ് സ്ട്രഗിൾ, അവർക്കറിയാലോ അങ്ങനെ. സോ എനിക്ക് അവരുടെ പിക്ചറൊക്കെ എടുത്തു തന്നു. ഇനിയാണ് പണി. ഇനി നമ്മൾ കുറേ കയറണം ഗൈസ്. ഓ മാൻ, ദിസ് ഈസ് സംതിങ്. വൗ, അടിപൊളിയായിട്ടുണ്ട്.
ഇത് സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. ഇതിവിടെ ഇങ്ങനെ ചുറ്റി നമ്മൾ ഇവിടെ തന്നെ വരണം. ഇപ്പുറത്ത് ഉണ്ടോ, ഇപ്പുറത്ത് കല്ല്. എൻ്റെ അമ്മോ, ഞാനിവിടെ കരിഞ്ഞു പോയിട്ടുണ്ട്. ലുബ്ലിയാനയിൽ നിന്ന് നേരെ ഞാൻ സാഗ്രബിൽ വന്നു. സാഗ്രബിൽ നിന്നാണ് ഞാൻ ദുബ്രോണിക്കിലേക്കുള്ള ബസ് എടുത്തത്. ഓൾമോസ്റ്റ് ഒരു 10-11 അവേഴ്സോളം ജേർണി ഉണ്ടായിരുന്നു. ഞാൻ ബസ്സിൽ നിന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ദുബ്രോണിക്ക് എത്തി, ഫ്രഷനപ്പായി, ലഗേജ് സ്റ്റോറേജിൽ പോയിട്ട് ബാഗൊക്കെ വെച്ചു. എന്നിട്ട് നേരെ ഞാനിത് കാണാൻ വേണ്ടി സീ ലെവലിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ നോക്കൂ എത്ര മേലെയാണ്. ഞാൻ എന്തായാലും ഇനി അവിടെ പോവും. ഇത്രയും കയറി. ഇനിയിപ്പോൾ അതെ ഇനി 2 സ്റ്റേഴ്സും കൂടെ ഉള്ളൂ. അതും കൂടെ കയറി അവിടെ എത്തും. ഫൈനലി ഈ പോയിന്റ് എത്തി. നല്ല ചൂടാണ്. ഈ സ്റ്റെപ്പ് കുറച്ച് നല്ല സ്റ്റീപ്പാണ്. പക്ഷെ അവിടെ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുക്കാൻ ആൾക്കാരുണ്ട് ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. നല്ല ചൂടാ ഓൾറെഡി. ഞാൻ ചുമന്ന്. ഭയങ്കര ചൂടായിരുന്നു. ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ ആണിത്. കണ്ടോ കാറ് പോണത്. നമ്മളുടെ ഇവിടെയാണുള്ളത്. 40 യൂറോ കൊടുത്തിട്ട് ഇവിടെ മാത്രമുള്ളത് വേർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. മേ ബി ഒരു 10-20 യൂറോസിനുള്ളത് ഈ ഒരു സിറ്റി വാളുള്ളൂ. ഇനിയിപ്പോൾ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്, ഇൻക്ലൂഡിങ് ബസ് പാസ്. സോ ഇവിടെ വേണ്ടി മാത്രമായിട്ട് 40 യൂറോസ് കൊടുത്ത് വരണത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ദ വ്യൂ ഈസ് അമേസിങ്, എല്ലാം കൊള്ളാം. പക്ഷേ 40 യൂറോസിനുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ഇത് മാത്രം കേട്ടോ, ലൈക്ക് ഓൾ ടുഗദർ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇത് മാത്രമായിട്ട് 40 യൂറോസിനുള്ളതില്ല. നമ്മൾ എൻ്റർ ചെയ്തത് അതിലൂടെയാണ്, ഇനി എക്സിറ്റ് ഇതിലൂടെയാണ്. അതെനിക്ക് കൊള്ളാമെന്ന് തോന്നി. കാരണം വേറെ വഴിയിലൂടെ പോകാമല്ലോ, അല്ലെങ്കിൽ സെയിം വഴി ഫോളോ ചെയ്യണ്ടേ. സോ ദിസ് ഇസ് ദി അനദർ പാർട്ട്. ഇതിപ്പോൾ ഈ സൂമിങ്ങിലല്ലേ ഉള്ളത്, ഞാൻ കാണിച്ചു തരാം. അതിലൂടെ ആൾക്കാർ പോകണമുണ്ടോ, അതായിരുന്നു ഞങ്ങളുടെ എൻട്രൻസ്. അതിലൂടെ ഇങ്ങനെ ചുറ്റി ഇവിടെ എത്തി. അവിടുന്ന് ഇപ്പോൾ ഇതിലൂടെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പാസ് എടുത്തത് കൊണ്ട് തന്നെ ഇതിനടുത്തുള്ളൊരു മ്യൂസിയമാണിത്. ലൈക്ക് നമ്മൾ ജസ്റ്റ് എക്സിറ്റ് എടുത്ത് അതിൻ്റെ ലെഫ്റ്റിൽ തന്നെയുള്ളൊരു മ്യൂസിയമാണ്. സോ അവിടേക്കാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങളിനിയിപ്പം ഓൾ പാസ് എടുത്തില്ല, സെപ്പറേറ്റ് ആയിട്ട് ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ മ്യൂസിയത്തിന് മാത്രമായിട്ട് 8 യൂറോ കൊടുക്കണം. അപ്പോൾ ഇത് നഷ്ടമല്ലേ? മറ്റേത് 40, ഇത് 8 എന്നൊക്കെ പറയുമ്പം. അപ്പോൾ എല്ലാം കൂടി ഒരെണ്ണെടുത്താൽ എല്ലാം കാണുകയും ചെയ്യാം, എന്നാൽ അത്ര ആവുകയില്ല. ഇവിടെ ഒരു ചേർച്ചുണ്ട്. അപ്പം ഞാൻ മുന്നത്തെ ഒക്കെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ചേർച്ചിലാണെങ്കിൽ നമ്മൾ ഈ ഷോൾഡറും കവർ ചെയ്ത് ഈ എന്താ പറയുക നീ കവർ ചെയ്യുന്ന ഡ്രസ്സ് വേണം ഇടാനായിട്ട്. പക്ഷെ ഇവിടെ ഇവരത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഈവൻ പീപ്പിളിന് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ അവരൊരു ഷോള്, സ്കാർഫ് പ്രൊവൈഡ് ചെയ്യും. അതെനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടല്ലേ, ആർക്കെങ്കിലും ഇങ്ങനെ കയറണമെന്ന് തോന്നിയാൽ അവരെന്നെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് കയറുകയും ചെയ്യുന്ന ഡ്രസ്സിങ്ങിൽ പ്രശ്നമില്ല. ഈ കാണുന്നത് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ആണ്. ഇതിന് സ്റ്റെയേഴ്സ് ഓഫ് ഷെയിം എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ അകത്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചേർച്ചുണ്ട്. ആൻഡ് ഇവിടെ കണ്ടോ, ഇതിങ്ങനെ ഇത് കുറച്ചും കൂടെ ഒരു മാറിയിട്ടുള്ള ഒരു റീജിയനാണ്. ഇതൊക്കെ ഒരു സെയിം കോമ്പൗണ്ടാണ്, പക്ഷെ ഓരോ സൈഡിൽ ഇങ്ങനെ ഓരോരോ സംഭവങ്ങളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ലോക്കൽസ് നിൽക്കുന്നുണ്ട് കേട്ടോ, സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രോപ്പർ എന്താ പറയുക, ലൈക്ക് ഒരു ടൗണ്, പക്ഷേ ചില ഈ പാർട്ടി ഇങ്ങനെ ടൂറിസ്റ്റ് സ്പോട്ടാക്കിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് തണലുണ്ട്, എന്തൊരു സമാധാനം. അപ്പോൾ ഷോപ്സ് ഉണ്ട്, അങ്ങനെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിലൊരു ടൗണാണ്, എന്നാൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായൊരു ടൗണാണ്. ബട്ട് ഒരു ഡിഫറെൻ്റായൊരു ടൗണാണ്. ഇങ്ങനെ ഒരു സംഭവമൊക്കെ കണ്ടോ,
ഇതിങ്ങോട്ട് പോയാൽ വേറെ വഴി, ഇതിങ്ങോട്ട് വേറെ എന്തൊക്കെയോ സ്ട്രീറ്റ്. എന്തായാലും എനിക്ക് നല്ല എക്സസൈസ്. ഇറങ്ങി കയറി കാലൊരു പണിയായി. നാളത്തേക്ക് എന്താകുമോ ആവോ. ഒരു വെസ്റ്റേൺ ഔട്ടർ വാൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് സമയം കുറേയായി. ഇനി ഇവിടെ വെച്ചാൽ അങ്ങനെ പ്രോപ്പറായിട്ട് ബോർഡൊന്നുമില്ല. അപ്പോൾ നമ്മൾ തന്നെ പിന്നെ എല്ലാം ഒരുപോലത്തെ സ്ട്രീറ്റ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. ഇത് ഇനിയിപ്പോൾ ഞാനില്ലേ ഇത്രയും കയറണം, എന്നിട്ട് ലെഫ്റ്റ് എടുക്കണം. പക്ഷെ എന്നാലും ഇവിടം വരെ വന്നിട്ട് കാണാതെ പോകുമ്പോൾ എനിക്കൊരു സങ്കടം. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും കാണാൻ വിചാരിച്ചു. സോ ബേസിക്കലി ദുബ്രോണിക്കിന് പറയുകയാണെങ്കിൽ എനിക്കധികം വീഡിയോ ക്ലിപ്സ് കവറാക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് പറയണേ. മെയിനായിട്ട് ഈ സിറ്റി വാൾ, ദുബ്രോണിക് വാളാണുള്ളത്. പിന്നെ ഇഷ്ടംപോലെ മ്യൂസിയം. പിന്നെ ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്, ലേക്ക് സീ ഒക്കെ പോലെ. അതും ഇപ്പം ലൈക്ക് അത് കൂടുതൽ യൂറോപ്യൻസിനാണ് ഞാൻ ആ ഒരു ഇത് കണ്ടിട്ടുള്ളത്. അവർക്ക് സമ്മർ തുടങ്ങിയാൽ എന്താ പറയുക, അവിടെ പോവുക, കുളിക്കുക, വെയിൽ കൊള്ളുക, സൺബാത്ത്, ഇതൊക്കെയുള്ളൊരു പരിപാടിയുണ്ട്. പിന്നെന്താ, പിന്നെ ഇത് ഈ ഫുൾ സ്ട്രീറ്റ് തന്നെ കുറേ മ്യൂസിയം ഉണ്ട്, നല്ല ചേർച്ചസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ അടുത്തടുത്ത് ഇഷ്ടംപോലെ ചേർച്ചസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സിറ്റി വാള്, ഒരു ഫോർട്രസ്, അങ്ങനെ ഇതൊക്കെയാണ് മെയിനായിട്ട് കാണാനുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ലൈക്ക് ഒരു ദിവസം കൊണ്ട് കണ്ട് തീർക്കാനാണെങ്കിലും പറ്റുന്ന ഒരു സിറ്റിയാണ്. ആൻഡ് ഇറ്റ്സ് ഗുഡ് ദാറ്റ് ഞാൻ ആ ഈജിപ്ഷ്യനെ കണ്ടത്. അല്ലെങ്കിൽ ഞാനിവിടെ ചുമ്മാ റൂം എടുത്തേനെ. ഇതിപ്പോൾ എനിക്ക് തിരിച്ചു പോകാനും പറ്റും. ഒരു 4-5 hours സുഖമായിട്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ. പിന്നെ ഇതിൻ്റെയും കുറേ മുക്കിനും മൂലൊക്കെ ആയിട്ട് നമുക്കറിയാമല്ലോ, സ്പെഷ്യലായിട്ടുള്ള ഓരോ സ്ഥലങ്ങളും ഐലൻഡ്സ് അങ്ങനെയൊക്കെ ഓരോന്നുണ്ട്. അപ്പം അങ്ങനെ വിശദമായിട്ട് വരേണ്ടവർക്ക് അങ്ങനെയും വരാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ദിവസത്തെ പ്ലാനാണ് ഈ പറഞ്ഞത്. സോ ഇഫ് ഇറ്റ് ഹെൽപ്സ് സം വൺ, ഗ്രേറ്റ്. ഫൈനലി എത്തി. ഇതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. അത് നോക്ക്, ഇത് ബൾബുണ്ട്, വെള്ളം പോലില്ലേ. അയ്യോ, അത് വെള്ളമായിരുന്നു. ഐ സീരിയസ്ലി തോട്ട് അത് ബൾബാണെന്ന്. കണ്ടോ, ഇവിടെ കുറച്ച് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല ഡിഫറെൻ്റ് ആയൊരു പ്ലേസ് കേട്ടോ. എനിക്കിത് കുറച്ചും കൂടി ഇഷ്ടമായി. മേ ബി എൻ്റെ ടേസ്റ്റ് ഇങ്ങനത്തതായത് കൊണ്ടായിരിക്കാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ എക്സിറ്റ്. അപ്പോൾ ഇവിടേക്ക് ടവറിലേക്ക് പോകാനും, ആൻഡ് ഇവിടെ വരികയാണെങ്കിൽ ലോവർ കാസമേറ്റ്സോ, എനിക്ക് അറിഞ്ഞുകൂടാ അതെന്താണത്. ഇംഗ്ലീഷ് വേർഡാണ് കാസമേറ്റ്സ്. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ഡിഫറെൻ്റ് ഒപ്പീനിയൻ ആയിരിക്കും, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല, ബട്ട് ദിസ് ഈസ് ഗുഡ് ഫോർ മീ. വല്ല ആർക്കിയോളജി എടുക്കട്ടെ ഞാനായിരുന്നു. അങ്ങനെയാണെങ്കിൽ 2 ഇൻട്രസ്റ്റും ഒരുപോലെ കൊണ്ടുപോകാമല്ലോ. ഇതിപ്പോൾ ഫിസിക്സും ഇമാതിരിയുള്ള കാര്യങ്ങളായിട്ട് വലിയ ബന്ധമൊന്നുമില്ലല്ലോ. പക്ഷെ ആർക്കിയോളജി, അമ്പോ നോക്ക്, എനിക്കിഷ്ടമായിട്ടോ ഇത്. ഞാൻ പറയണതിൽ കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു, കാരണം ഞാൻ അധികം സൗണ്ടിൽ പറയണില്ല, ബിക്കോസ് എക്കോ അടിക്കുന്നുണ്ട്. ആൻഡ് ഈ ഫുൾ സൈറ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ആർക്കും ഇത്രയും ക്രൗഡ് കണ്ടിട്ടില്ലേ നിങ്ങൾ ഞാൻ എടുത്തത്. അതിൽ ആകെ ഞാനാണ് ഈ സൈറ്റിൽ ഇപ്പോൾ ഉള്ളത്. അതൊന്നോ ഇത് ആൾക്കാർക്ക് ഇനി അറിയാഞ്ഞിട്ടാണോ താല്പര്യമില്ലാഞ്ഞിട്ടാണോ? ഇതിൻ്റെ ഹിസ്റ്ററി പോയിട്ട് വായിച്ച് നോക്കണം ഇനി എന്താന്ന്, ബിക്കോസ് ഇറ്റ് സീംസ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. കൊള്ളാം. ഇതേ ഞാൻ എക്സിറ്റ് എത്തി, പുറത്തേക്ക് കടന്നു. ഇവിടുന്ന് നല്ല വ്യൂ ആണ്. ഈ ഒരു ആക്ച്വലി ആൾക്കാർ ഇവിടെ അധികം ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് കുറച്ചും കൂടെ നന്നായിട്ട് ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ.
ക്രൗഡഡ് ആവുമ്പോൾ നമുക്ക് ഇത്ര സമാധാനപരമായിട്ട് കാണാൻ പറ്റില്ലല്ലോ. എപ്പോഴും ആൾക്കാരും തിരക്കില്ല. ഇതൊരു പീസ്ഫുൾ ആയിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ ലേറ്റ് മീഡിയവൽ ഫൗണ്ടർ ആൻഡ് കാസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സീ, നമുക്ക് പോയി നോക്കാം. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ വാഷ്റൂംസ് അവിടെ ഇവിടെ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് എ ഗുഡ് തിങ്. വാഷ്റൂംസ് ഉണ്ട്, വെള്ളം കുടിക്കേണ്ട ഫൗണ്ടെയിൻസും ഉണ്ട്. സോ അതൊരു നല്ല കാര്യമാണ്. ഇത് ഗ്ലാസ് ആണോ? അവിടെ ഒരു ഗ്ലാസ് ഉണ്ട് കേട്ടോ. യെസ്, ഗ്ലാസ് ആണ്. ഇതിൻ്റെ മേലോട്ട് എന്താ? ഇതെന്തോ ഒരു ഹൗസ് പോലെ എന്തോ ആണ്. അവിടെ എന്തൊക്കെയോ കാണാനുണ്ട്. ഒരു എക്സിബിഷനാണ് ബേസിക്കലി. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇത് നമ്മളുടെ യൂഷ്വൽ സംഭവങ്ങൾ. ഓക്കെ, ആ പീരീഡിലുള്ള മെഡീവൽ പീരീഡിലുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ താഴെ എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് ഇറ്റലിയിൽ വന്നപ്പോൾ തൊട്ട് എൻ്റെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റാണ് ഓർമ്മ വരുന്നത്. അതൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം 10ാം ക്ലാസ്സിന് ശേഷം അതൊന്നും തൊട്ടിട്ടില്ലല്ലോ. ഇപ്പോഴാണ് ഇതൊക്കെ കാണുമ്പോൾ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ. വാവ്, ഇത് നോക്ക്. ഞാനിതൊരുമാതിരി അന്തം വിട്ട ആളെ പോലെ ഓരോന്നും കാണുമ്പോഴും ആൾക്കാർ വിചാരിക്കും എനിക്ക് പ്രാന്താന്ന്. എന്തായാലും ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. എനിക്കറിഞ്ഞൂടാ. ഇറ്റ്സ് ഗിവിങ് മീ സച്ച് എ ഗുഡ് ഫീൽ. ഗൂസ് ബംസ് ഫോർ മീ. എനിക്കറിഞ്ഞൂടാ എത്ര പേർക്കൊന്നും. ചിലർ വിചാരിക്കും ഇതെന്താണ് ഈ സ്ട്രക്ചറിൽ എന്താ ഉള്ളതെന്നൊക്കെ. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോഴാണ് ഒരു ഇത് കിട്ടുക, ഫീൽ കിട്ടുക. The foundry and the cast house. The cast house and mold making. എനിക്ക് ഒരു ബന്ധമില്ലാത്ത പാട്ടാണ് വരുന്നത് ഇവിടെ നിൽക്കുമ്പം. ആക്ച്വലി എനിക്ക് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ മ്യൂസിക്കല്ലേ വരേണ്ടത്. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പം വരുന്നത് മറ്റേ ഏകദാ സംക്രാന്ത് കി, മറ്റേ വിഷു കി, കല്യാണ കി, സത്യധർമ്മ, മറ്റേ മഹാഭാരതത്തിലുള്ള ടൈറ്റിൽ സോങ് ഇല്ലേ, എനിക്കറിഞ്ഞൂടാ. എനിക്കതാണ് പാടാൻ തോന്നുന്നത്. അടുത്തത് ദ പൂൾസ് ഫോർ ടെക്നിക്കൽ വാട്ടർ. എൻ്റെ അമ്മ, ഇവർക്ക് എന്ത് ബുദ്ധിമാന്മാരാണ്. അന്ധകാലത്തുള്ള സാധനം ഇന്ന കാലത്തും ഉണ്ട്. നമ്മളൊരു ബ്രിഡ്ജ് ഇട്ട് ഇപ്പോൾ പൊട്ടിപ്പോവും. കണ്ടോ, സാൻഡ്, ബ്രൗൺ കളർ സാൻഡ് അല്ല, മണ്ണുമില്ലിരിക്കണ സാൻഡ്. ഇതും സോഷ്യൽ സയൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിലും സാൻഡ്സും ഒക്കെ. ഞാനിപ്പോൾ സോഷ്യലിൻ്റെ ക്ലാസ് എടുക്കുകയൊന്നുമല്ല. പക്ഷേ എനിക്കിവിടെയൊക്കെ കാണുമ്പോഴൊക്കെ അതാണ് ഓർമ്മ വരുന്നത് എന്നാണ് ഉദ്ദേശിച്ചത്. ഇതിൻ്റെ അടിയിലുമുണ്ട്. എന്തായാലും കൊള്ളാം. ടിക്കറ്റിന് എനിക്ക് മുതലായും തോന്നുന്നുണ്ട് ഇത് കണ്ടപ്പോൾ. ഇതെന്നല്ല, ഇൻ ജനറൽ ഇത്രയും കാര്യങ്ങളുള്ളത് കൊണ്ട് വലിയ നഷ്ടമില്ല. പക്ഷേങ്കിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും വരുമ്പോൾ ഇവിടെ മറ്റേതിന് മാത്രമായിട്ട് 40 യൂറോ കൊണ്ട് കളയരുത്. എല്ലാത്തിനും കൂടെയുള്ള ഫുൾ സിറ്റി പാസ് മാത്രം എടുക്കുക. സോ ഇനി നമ്മൾ പോകുന്നതാണ് ബോക്കാർ. പ്രൊനൗൺസിയേഷൻ അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നുണ്ട്. ഇവിടെ വെയിലും കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനൊരു 2 മണിക്കൂറെങ്കിലും ചുമ്മാ അങ്ങോട്ട് നോക്കി ഇരുന്നിട്ടുണ്ടാവും. എനിക്കിങ്ങനെയൊക്കെ ചുമ്മാ ലോസ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, ഇവിടെ നിന്നൊക്കെ അവിടെയൊക്കെ ഇരുന്നിട്ട് നോക്കാൻ എന്ത് രസമായിരിക്കും. പക്ഷെ യോഗ ഇല്ല. എന്ത് ചെയ്യാനാ, ഇത്ര വെയിൽ കണ്ണുപോലും കാണുന്നില്ല. ഈ വീഡിയോയിൽ എന്താ വരണേന്ന് പോലും എനിക്കറിയില്ല. ഓൾമോസ്റ്റ് എല്ലാം ഏകദേശം ഞാനിവിടെ കവർ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്രോക്സിമേറ്റ്ലി മോറോലെസ്. ആക്ച്വലി ഇതിൻ്റെ എൻട്രൻസ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാം. ആ ബ്ലാക്ക് കണ്ടോ, അതിലൂടെ കയറ്റി വിടാവുന്നതേ ഉള്ളൂ ഇവർക്ക്. പക്ഷെ അത് എക്സിറ്റ് മാത്രമേ പറ്റുള്ളൂ അതിലൂടെ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ പോയി ഏതൊക്കെയോ സ്ട്രീറ്റിലൂടെ പോയി നല്ല മേലെ കയറി ചുറ്റി ഞാൻ 2 പ്രാവശ്യം കറങ്ങി ഇവിടെ എത്തി. പിന്നെയും ഞാൻ വേറൊരാളോട് ചോദിച്ചപ്പോഴാണ്, കാരണം എല്ലാ സ്ട്രീറ്റും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ഇത്തിരി കൺഫ്യൂഷനാവും. ഇനി ദുബ്രോണിക്കിൽ എൻ്റെ ലാസ്റ്റ് സ്പോട്ടാണ്. അതാണ് ലൊവ്ജന
എനിക്ക് എഗാൻ പ്രൊനൗൺസിയേഷൻ അറിയില്ല. ഒരു ഫോട്ടോ ആണ് ആൻഡ് ആ കാണുന്നതാണ് അതിൻ്റെ സ്പെല്ലിങ്. എഗെയിൻ കൊള്ളാം. ഇറ്റ്സ് വെരി നൈസ് അല്ലേ? അവിടെയായിരുന്നു നമ്മളുണ്ടായിരുന്ന നേരത്തേക്ക്. അതായത് ഇപ്പോൾ ഈ സൈഡിലെത്തി. അതായിരിക്കണം ഫോട്ടോ. അപ്പം നല്ല എനർജി ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. കാരണം അത്യാവശ്യം കുറേ നടക്കാനുണ്ട്. പിന്നെ വെയിലിൻ്റെ കാര്യം പറയണ്ട. എൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി. എന്നാലും ഞാൻ വോൺ ചെയ്തതേ ഉള്ളൂ. ആർക്കെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഈ ടൈം സമ്മർ ഞാൻ റെക്കമെൻഡേ ചെയ്യില്ല. മേ ബി അതർ ടൈം ഇവർ പറയേണ്ടത് മിഡ് ജൂൺ ടു മിഡ് ഏതോ ഒരു സമയം, പിന്നെ മിഡ് സെപ്റ്റംബർ ടു ഒക്ടോബറോ അങ്ങനെ എന്തോ ആണ് ബെസ്റ്റ് ടൈം ടു വിസിറ്റ് എന്നുള്ളത്. മിഡ് ഏപ്രിൽ ടു ജൂണും പിന്നെ സെപ്റ്റംബർ ടു അങ്ങനെ എന്തോ ഞാൻ കണ്ടു. മേ ബി അത് ശരിയായിരിക്കാം. കാരണം എനിക്കിപ്പോൾ തോന്നുന്നുണ്ടത്. വെള്ളമൊക്കെ കണ്ടോ? നല്ല ക്ലിയർ വാട്ടർ. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് വെള്ളത്തിൻ്റെ ക്ലാരിറ്റിയാണ്. എൻ്റെ അമ്മോ എന്ത് ക്ലിയറാണ് നോക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഇവിടെ ഫുള്ള് കയറ്റമാണ്, കയറ്റത്തോട് കയറ്റമാണ്. അതെ തുടങ്ങി ഇവിടുന്ന് കയറാനായിട്ട്. ഞാനിപ്പം ഓൾമോസ്റ്റ് മിഡ് വേയിലെത്തി. ഫൈനലി ഫോർട്ട് എത്തിയിരിക്കുന്നു ഗൈസ്. എനിക്കിതിൻ്റെ മേലെയും പോവാം. സോ ഇത് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്, എൻട്രൻസ് ആണ്. മേലെ പോയി നോക്കാം. ഇരുട്ട് ഫുൾ ഇരുട്ടായിട്ടിരിക്കുന്നു ആ സൈഡ്. എന്താണെങ്കിലും ഇവിടം വരെ വന്നില്ലേ, ഇനിയിപ്പോൾ അവിടം വരെ കയറാനാണ്. ഇതാണോ ആ പീരങ്കി ബോള്? അതോ അവിടെ ഒരു പീരങ്കി കാണുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെയും ടോപ്പ് പോയിന്റിൽ നമ്മളെത്തി. ഇവിടെ ഫോർട്ടിൻ്റെ വന്നു, പിന്നെ സിറ്റി വാളിൽ വന്നു, പിന്നെ ഏതായിരുന്നു മറ്റേ വേറൊരു ബോക്കാർ എന്ന് പറഞ്ഞാൽ അവിടെ എത്തി. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സ്ഥലവും നമ്മൾ കംപ്ലീറ്റ്ലി നടന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് മോർ ഓർ ലെസ്. എനിക്കധികം വീഡിയോ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, നല്ല ചൂടാണ്. പിന്നെ എൻ്റെ പവറും എനിക്ക് സേവ് ചെയ്യണം. ഇന്നലെ എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയതാ. ഇന്നലെ ഞാൻ കയറിയ 10 hours ജേർണി ഉള്ള ഒരു ബസ്സായിരുന്നു. പക്ഷേ അവിടെ പവർ ചാർജിങ് പോയിൻ്റ് ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. എൻ്റെ ഉള്ള പവർ ബാങ്കിലെ ചാർജ് അതിന് യൂസ് ചെയ്തു. കാരണം ഇന്ന് ഞാനവിടെ സ്റ്റേയും ചെയ്യുന്നില്ല. ഹോസ്റ്റലിലാണ് ഇപ്പോൾ ഡയറക്റ്റ് പോകണമെങ്കിൽ ഓക്കെ. ഞാൻ ഇന്ന് ഡയറക്റ്റ് ഇവിടെ ഫുൾ കവർ ചെയ്തിട്ട് ഇന്ന് ഈവനിങ് സ്പ്ലിറ്റ് പോകാനാണ് എൻ്റെ തീരുമാനം, ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഒന്നാമത് ദുബ്രോണിക്ക് അത്യാവശ്യം എക്സ്പെൻസീവാണ് സ്പ്ലിറ്റിനൊക്കെ വെച്ച് നോക്കുമ്പം. അപ്പം ഞാൻ വിചാരിച്ചു ശരി ദുബ്രോണിക്ക് രാവിലെ വന്ന് ഡയറക്റ്റ് ഞാൻ അവിടുന്ന് ലുബ്ലിയാനയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ മറ്റേ വീഡിയോയിൽ, അവിടുന്ന് സഗ്രബിൽ സ്റ്റോപ്പ് എടുത്ത് സഗ്രബിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു, ദുബ്രോണിക്കിലേക്ക് വന്നു. ആൻഡ് ഇവിടെ ഞാൻ ഇനി ഫുൾ കറങ്ങിയിട്ട് ഒരു 3-4 മണിക്കൂറത്തെ കാര്യമുള്ളൂ എന്നാണ് ആൾക്കാരൊക്കെ പറഞ്ഞത്. അപ്പോൾ ഫുൾ കറങ്ങിയിട്ട് സ്പ്ലിറ്റിലേക്ക് സ്റ്റേ ചെയ്യാമെന്നാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഫോണിൽ ചാർജും ഇല്ല, എന്ത് ചെയ്യും? ലാസ്റ്റ് രാവിലെ ആയപ്പം ഞാൻ വിചാരിച്ചു മറ്റേ ഡ്രൈവേഴ്സിൻ്റെ അടുത്ത് ഇതുണ്ടാവുമല്ലോ പവർ പോയിൻ്റ് എന്നൊക്കെ പ്ലഗ് ഉണ്ടാവുമല്ലോ. സോ അവരുടെ അടുത്ത് പോയി പറഞ്ഞു ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാണ്, സ്റ്റേ ഒന്നുമില്ല, സോ എൻ്റെ തീരെ ചാർജില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫോണും പവർ ബാങ്കും ഒക്കെ ചാർജിനിട്ടു. സോ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് വേറെ ഒന്നും ഒരു ടെൻഷനില്ല. പക്ഷെ ഫോണിൽ ചാർജ് പോയി എൻ്റെ ടെൻഷൻ തുടങ്ങും. കാരണം ഞാൻ ജീവിക്കുന്നത് ഗൂഗിൾ മാപ്പിലാണ്. അപ്പോൾ അതെല്ലാവരും സൂക്ഷിക്കുക നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ. പിന്നെ ഈ ചൂട് കാരണം എനിക്ക് അധികം വീഡിയോസേ എടുക്കാൻ പറ്റുന്നില്ല. സോ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാനിങ്ങനെ അപ്കമിങ് വീഡിയോസിൽ ഞാൻ പറയും. ഇതെനിക്ക് അത്ര ക്ലിയർ ആയിട്ടൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലെ ഞാനിങ്ങനെ എന്തെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ എൻ്റേതായ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും വീഡിയോസ് ആക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ okay, thanks for watching, bye bye.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി ഞാൻ കുറച്ചത് ഈ കടലിലേക്ക് നോക്കിയിരുന്ന് തിരിച്ച് ഞാൻ എൻ്റെ അടുത്ത സ്ഥലത്തേക്കുള്ള ബസ് പിടിക്കാൻ വേണ്ടി പോകും.